ഇറങ്ങിക്ക് ഈ പൊടിക്ക് ഇറങ്ങിയ ലെഫ്റ്റ്. എൻ്റെ ഡാഡിയാണ് കേട്ടോ. ഞാൻ വെയിലത്ത് നിന്ന് ഒരു വീഡിയോ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ആള്. I used to think that my dad was very arrogant, strict, ഒട്ടും സ്നേഹമില്ലാത്ത ഒരു ഡാഡിയാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു പക്ഷേ ഡാഡി എൻ്റെ ചെറുപ്പം മുഴുവൻ അബ്രോഡ് ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഇല്ലാതെ പോയത്. And it took me this much years to understand him and I feel very bad about it. ഭയങ്കര റാൻഡമായിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ, ആ ഒരു ദേഷ്യക്കാരൻ, ആ ഒരു ഇമേജാണ് എല്ലാവർക്കും. അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആളുടെ നേച്ചർ. പക്ഷേ വെൻ ഐ യൂസ് ടു ലേൺ അബൌട്ട് ഹിസ് പാസ്റ്റ്, ഞാൻ മനസ്സിലാക്കിയത് ഡാഡിയുടെ ഉള്ളിലൊരു ഹീലാവാത്തൊരു കുട്ടിയുണ്ട്. അത് ഡാഡി തന്നെ ഡാഡി ചെറുതായിട്ട് കഴിച്ച് കഴിഞ്ഞ് ഡാഡി സംസാരിക്കും, പഴയ കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ പഴയ കാര്യം വന്നാൽ പിന്നെ ആൾ ഭയങ്കര ഇമോഷണൽ ആവും. ബട്ട് ദെൻ ആ ഒരു ട്രോമ ഫുള്ളി ഡാഡിയെ ടേക്ക് ഓവർ ചെയ്യാനും ഡാഡി സമ്മതിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഞങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ ഡാഡിക്ക് പറ്റുമെന്നുള്ളത്. ആൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മാത്രമാണ് സ്നേഹം എന്നല്ല ഞാൻ പറയുന്നത്. ഡാഡിയുടെ സ്നേഹം ഡാഡിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഡാഡി അത് കാണിക്കുന്ന രീതികൾ വേറെയാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വേ ഓഫ് ലവ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ആൻഡ് ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് അപ്രിഷിയേറ്റ് ഇറ്റ്. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആയിരിക്കും ഇപ്പോൾ. വെൻ വി ലുക്ക് അറ്റ് അവർ പേരൻസ്, നമുക്കിപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അവർ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നമ്മൾ മെച്യൂർ ആവുന്നത് കൊണ്ടാണോ എന്തോ ആ ഒരു റിയലൈസേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പലപ്പോഴും ഞാനിപ്പം വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ പ്രായമായ ചിലപ്പോൾ അങ്കിൾമാരോ ആൻറ്റിമാരോ ഒക്കെ ഫ്രണ്ടിൽ പതുക്കെ ആയിരിക്കും പോകുന്നത്. നമുക്ക് ചിലപ്പോൾ പോയിട്ട് ധൃതി ഉണ്ടാകും, പക്ഷേ ഹോൺ അടിച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ ആരെങ്കിലും പ്രായമായ ആരെങ്കിലും നിൽക്കുമ്പോൾ, അവരിലൊക്കെ നമ്മുടെ പേരൻസിനെ കണ്ടുപോകുന്നത്. ഇത്രയും നാളും എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ഡാഡിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ബട്ട് ഇന്ന് ഐ തോട്ട് ടു മേക്ക് ഹിം ഫീൽ സ്പെഷ്യൽ. എനിക്കറിയില്ല ഈ വീഡിയോ ഡാഡി കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. എനിക്ക് ഭയങ്കര ചമ്മൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. മേ ബി അതെനിക്ക് ഡാഡിയിൽ നിന്ന് കിട്ടിയൊരു ട്രേറ്റ് ആയിരിക്കാം. അപ്പം ഈ വീഡിയോ ആരൊക്കെ കാണുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കാതെ മാക്സിമം പ്രകടിപ്പിക്കാൻ നോക്കാം. കുറച്ച് ക്ലീശയാണ്, കുറച്ച് ക്രിഞ്ചാണ്, പക്ഷേ ഡു ഇറ്റ്. അതിനിപ്പോൾ ചിലപ്പോൾ കാണുന്നവർ ചിലപ്പോൾ കരുതോ വെറുതെ കാണിക്കാനാണ്. ലെറ്റ് ദം തിങ്ക്. നമുക്ക് എന്താണ് സ്നേഹത്തോടെ ചെയ്യാൻ തോന്നണേന്ന് വെച്ചാൽ ചെയ്യാം എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ആൻഡ് ഐ എം ട്രൈങ് ഹാർഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാ നല്ല അച്ഛന്മാർക്കും, എല്ലാ ദേഷ്യമുള്ള അച്ഛന്മാർക്കും, സ്നേഹം പ്രകടിപ്പിക്കാത്ത അച്ഛന്മാർക്കും, എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. ആൻഡ് ടു യു ഡാഡി, ഹാപ്പി ഫാദേഴ്സ് ഡേ.